ഇന്ന് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ എന്ത് മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം. പോസിറ്റീവ്സും നെഗറ്റീവ്സും വരും. നിങ്ങൾ പോസിറ്റീവ്സ് മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ എനർജിയാണ് നമുക്ക് കാണുന്നത്. പേജ് ഓഫ് വാൻസ് വരുമ്പോൾ പുതിയ എന്തിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ പുതിയൊരു പ്ലാനോ ചിന്തയോ ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ ചെയ്യാൻ ഇവിടെ പേടിക്കേണ്ടതില്ല. അതുമായിട്ട് മുന്നോട്ട് പോവുക, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു അവസരമാണെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് കേട്ടോ. പിന്നീട് നമുക്ക് 4 ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിങ്ങൾ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കിപ്പോൾ ഒരു മെൻ്റൽ ഹീലിംഗ് ആവശ്യമാണ്, ഒരു റെസ്റ്റ് ആവശ്യമാണെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ഏതൊരു കാര്യമായിട്ട് മുന്നോട്ട് പോകാമെങ്കിലും നിങ്ങൾ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം മാനസികവും ശരീരവുമായ ഒരു റെസ്റ്റും കൂടി എടുത്ത് ഒപ്പം കൂടെ നിങ്ങൾ പോയാൽ മതി, ഇതുമായി മുന്നോട്ട് പോയാൽ മതി. അതാണ് ഇവിടെ യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് നമുക്ക് കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു കാർഡ് വരുമ്പോൾ നിങ്ങളിപ്പോൾ ഇമോഷണലി കുറച്ച് മെച്യൂരിറ്റിയോടെ തിങ്ക് ചെയ്യാനും കാര്യങ്ങൾ കാണാനും തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസൊക്കെ ഇവിടെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അതുപോലെ നിങ്ങളിലേക്ക് വരുന്ന ചില സ്നേഹവും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലൊരു ആഴമുള്ള സ്നേഹവും ഒക്കെ മെച്യൂരിറ്റിയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ മനസ്സ് സോഫ്റ്റ് ആണെങ്കിലും നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിരിക്കും എന്നാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു റീഡിങ് കുറച്ച് പേർക്കെങ്കിലും റെസനേറ്റ് ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.